അതായത് യു ഷുഡ് ഫീൽ, ഇഫ് യു ആർ സേയിങ് ഐ ആം ഹെൽത്തി, യു ഷുഡ് ഫീൽ ഹെൽത്തി. 23rd ഇത് നടന്നപ്പോ ശരിക്കും ഞാൻ എങ്ങനെയാണോ വിഷ്വലൈസ് ചെയ്തേ അതുപോലെ തന്നെ നടന്നു എന്നുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല. I think manifest ചെയ്യാൻ ഏറ്റവും you need to believe that you already have it. സ്ക്രോൾ ചെയ്യുമ്പോൾ ആ വീഡിയോ കൊണ്ടുവന്ന് തന്നത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാരണമാണ്. അപ്പം ഈ മാനിഫെസ്റ്റേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ എനിക്ക് 6 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. സോ മണി മാത്രമല്ല, നമ്മുടെ കരിയർ മാത്രമല്ല, നമുക്ക് നമ്മുടെ പീരീഡ്സും വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏർലി മണിയുടെ വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് മാനിഫെസ്റ്റേഷനെ പറ്റി കേൾക്കുന്നത്. അതായത് യു ഷുഡ് ഫീൽ, ഇഫ് യു ആർ സേയിങ് ഐ ആം ഹെൽത്തി, യു ഷുഡ് ഫീൽ ഹെൽത്തി. അന്ന് ഞാൻ അതത്ര സീരിയസ് ആക്കിയൊന്നും എടുത്തില്ല. ഫസ്റ്റ് ടൈം കേൾക്കല്ലേ, ഞാൻ വീഡിയോ മുഴുവൻ കണ്ടു, പിന്നെ ഞാൻ അതങ്ങനെ വിട്ടു. പക്ഷെ ഫുൾ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ആ ടൈപ്പിലുള്ള കുറെ വീഡിയോസ് എന്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വന്നു. അത് മലയാളം മാത്രമല്ല, ബാക്കി ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും അങ്ങനെ പല പല ഭാഷകളിൽ നിന്നുള്ള നമുക്ക് അങ്ങനെ വരുമല്ലോ. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതേപോലെയുള്ള ബാക്കി വീഡിയോസ്, അതേ ടൈപ്പിലുള്ള വീഡിയോസ് നമുക്ക് വരുമല്ലോ. അങ്ങനെ എനിക്ക് ഈ മാനിഫെസ്റ്റേഷനെ പറ്റിയുള്ള പല പല വീഡിയോസ് എന്റെ യൂട്യൂബ് റെക്കമെൻഡേഷനിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് എല്ലാ വീഡിയോസും കണ്ടു. അങ്ങനെ എനിക്ക് ചെറിയൊരു ധാരണ കിട്ടി മാനിഫെസ്റ്റേഷൻ എന്താണ്, എങ്ങനെയാണ് ചെയ്യുക. അതിന് പല പല ടെക്നിക്സ് ഉണ്ട്. 369 ടെക്നിക്ക്, വാട്ടർ ടെക്നിക്ക്, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നിയതാണ്, നോർമലി എല്ലാവരും ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അവര് മണി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കരിയർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നി എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ലൈക്ക് തൈറോയിഡ്, PCOD, ഹോർമോണൽ ഇംബാലൻസിന്റെ ഇഷ്യൂസ് ഒക്കെ. അതുകൊണ്ട് തന്നെ എന്റെ പീരീഡ്സ് റെഗുലർ അല്ല. എനിക്കൊരു 15-16 വയസ്സ് തൊട്ടേ എനിക്ക് ഇങ്ങനെയാണ്. ആദ്യമൊക്കെ 2-3 മാസങ്ങൾ കൂടുമ്പോൾ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ പതിയെ വർഷത്തിൽ 2 പ്രാവശ്യം വരുള്ളൂ എന്ന് അങ്ങനെ എനിക്ക് എന്റെ പീരീഡ്സ് ഒട്ടും റെഗുലർ ആയിരുന്നു. സോ എനിക്ക് തോന്നി എന്നാ പിന്നെ പീരീഡ്സ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏപ്രിൽ 17th ഞാൻ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, 369 ടെക്നിക്, അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ മിനിമം 1 മന്ത് അല്ലെങ്കിൽ 45 ഡേയ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ 1 മന്ത് ഇത് നമുക്ക് ചെയ്തു നോക്കാം. 1 മന്ത് മാനിഫെസ്റ്റ് ചെയ്യാം. അതായത് ഇന്ന് ഏപ്രിൽ 17th ആണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ്, അതായത് മെയ് 17th എനിക്ക് പീരീഡ്സ് ആവും. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും പീരീഡ്സ്. സോ ഈ ഒരു മാസം നമുക്ക് ഇതിനായിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാം, പല പല ടെക്നിക്സ് അപ്ലൈ ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഏപ്രിൽ 17th അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മാസം കഴിഞ്ഞ് എന്തായാലും പീരീഡ്സ് വരും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ വളരെ സർപ്രൈസിങ് ആയിട്ട് വെറും 6 ദിവസം കഴിഞ്ഞപ്പോ, അതായത് ഏപ്രിൽ 23rd തന്നെ പീരീഡ്സ് ആയി. അത് ശരിക്കും എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ 1 മന്ത് കഴിഞ്ഞ വരുമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വെറും 6 ദിവസം കൊണ്ട് വരാന്ന് വെച്ചപ്പോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ എനിക്ക് അതുകൊണ്ട് കൂടുതൽ വിശ്വാസം വന്നു ഇതിൽ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ, സക്സസ് ആവോ ഇല്ലേ നമ്മളൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഇത് പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെയധികം വിശ്വാസം വന്നു. അപ്പൊ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു. അതായത് വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അതായത് ഏപ്രിൽ 17th ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്നും രാവിലെ എണീറ്റ ഉടനെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യാറ്. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു പിക്ചർ ഉണ്ടാവും. ഞാൻ എന്താ വിഷ്വലൈസ് ചെയ്തതെന്ന് വിചാരിച്ചാൽ, ഞാൻ ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങണു, പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോ ഞാൻ വാഷ്റൂം പോയപ്പോ ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവണം. അങ്ങനെയായിരുന്നു ഞാൻ എന്നും വിഷ്വലൈസ് ചെയ്തിരുന്നത്. രാവിലെയും രാത്രി 2 നേരം വിഷ്വലൈസ് ചെയ്യായിരുന്നു. പക്ഷേ ഏപ്രിൽ 23rd, അതായത് 6 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 23rd ഇത് നടന്നപ്പോ ശരിക്കും ഞാൻ എങ്ങനെയാണോ വിഷ്വലൈസ് ചെയ്തേ അതുപോലെ തന്നെ നടന്നു എന്നുള്ളതാണ്. അതായത് 23rd മോർണിംഗ് ഞാൻ രാവിലെ എണീറ്റ് വാഷ്റൂം പോയപ്പോ തന്നെയാണ് ഞാൻ പീരീഡ്സ് ആയല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ വിഷ്വലൈസ് ചെയ്ത പോലെ തന്നെ നടന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല. നമ്മള് വെറുതെ ഈ കുറച്ച് ടെക്നിക്സ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് വെറുതെ വിഷ്വലൈസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അതൊന്നും സക്സസ് ആവില്ല കേട്ടോ. നമ്മുടെ സൈഡിൽ നിന്നുള്ള ആക്ഷൻ കൂടി വേണം.
മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മൾ ആദ്യം യൂണിവേഴ്സിനോട് ആസ്ക് ചെയ്യുക, അത് കഴിഞ്ഞ് ഫീൽ ചെയ്യുക നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ, അത് കഴിഞ്ഞ് നമ്മൾ ബിലീവ് ചെയ്യുക. I think manifest ചെയ്യാൻ ഏറ്റവും you need to believe that you already have it. ദെൻ നമ്മുടെ ആക്ഷൻ വേണം നമ്മുടെ സൈഡിൽ നിന്ന്, ദെൻ റിസീവ് ചെയ്യാന്നുള്ളതാണ്. ഈ വിഷ്വലൈസേഷൻ ചെയ്യുമായിരുന്നു, പിന്നെ 369 ടെക്നിക്ക് ചെയ്യുമായിരുന്നു, പിന്നെ വാട്ടർ ടെക്നിക്ക് കൂടി ഞാൻ ചെയ്യുമായിരുന്നു. ദെൻ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ 1 hour എക്സസൈസ് ചെയ്യുമായിരുന്നു. എന്റെ ഡയറ്റ് കൺട്രോൾ ചെയ്തിരുന്നു. ഡയറ്റ് കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു 1 month 2 months ഒക്കെ ആവാറല്ല. അത്ര വലിയ സ്ട്രിക്റ്റ് ഡയറ്റ് ഒന്നും അല്ല. എനിക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നി ഞാൻ എല്ലാം കഴിക്കും. എന്നാലും മാക്സിമം ഞാൻ പലതും ഒഴിവാക്കാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ അല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം ഒഴിവാക്കി അങ്ങനെ അല്ല. ഞാൻ പരമാവധി കുറച്ചു ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിക്കാനും പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൽ കുറയ്ക്കാനും അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. പക്ഷെ 1 hour എക്സസൈസ് 1 hour എക്സസൈസും ആക്ച്വലി ഞാൻ ഈ 6 ദിവസമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ ഒന്നും ഞാൻ എക്സസൈസ് ചെയ്യാറില്ല. ഇത്രയൊക്കെ ചെയ്തപ്പോ തന്നെ 6 ദിവസം കൊണ്ട് പ്ലസ് ഇതിന്റെ കൂടെ ഒരു സംഭവം കൂടെ ഉണ്ടായി. ഞാൻ യൂട്യൂബില് വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു വീഡിയോ വന്നു. എന്താണ്, ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പീരീഡ്സ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡ്രിങ്ക് രാത്രിയാണ് കുടിക്കേണ്ടതെന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ എനിക്കത് കുടിച്ചോണ്ടാവോ ഇല്ലേന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് ഉണ്ടാക്കി കുടിച്ചു. പിറ്റേ ദിവസം മോർണിംഗിലാണ് ഞാൻ പീരീഡ്സ് ആയത്. അപ്പൊ അതും ഒരു കാരണമാണ്. അപ്പൊ ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ പറയാം. ഞാൻ എക്സസൈസ് ചെയ്തു, ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്തു, അതുപോലെ ആ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചു. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പീരീഡ്സ് വന്നത്. പക്ഷെ ഇതിലോട്ടൊക്കെ എന്നെ നയിച്ചത് എന്തായിരുന്നു? എന്റെ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. എനിക്ക് യൂട്യൂബിൽ ആ ഒരു വീഡിയോ, ഈ ഡ്രിങ്കിന്റെ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ വീഡിയോ കൊണ്ടുവന്ന് തന്നത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാരണമാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് എന്താണ് വേണ്ടത് ആ ഒരു പാത്ത് നമുക്ക് ഉണ്ടാക്കി തരും. അല്ലാതെ നമുക്കിപ്പൊ ഇന്നത് നടക്കണം എന്നാ നീ പിടിച്ചോ ഇത് എന്ന് തരില്ല. നമുക്ക് അതിനുള്ളൊരു അവസരം, ഒരു പാത്ത് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ അതിൽ പിന്നെ ആക്ഷൻ എടുക്കേണ്ടത് എന്താണ്, അത് പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഇടേണ്ടത് നമ്മളാണ്. അപ്പൊ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ് എഴുതുമായിരുന്നു. അപ്പൊ എനിക്ക് 6 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. സോ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ ഈ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു 75% പെൺകുട്ടികൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. അല്ലെ, തൈറോയിഡ് ഉണ്ട്, PCOD ഉണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരുവിധം എല്ലാവരുടെയും പീരീഡ്സ് ഇറഗുലർ ആണ്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളെ ഇതൊന്ന് അറിയിക്കണം. അതായത് നമുക്ക് നമ്മുടെ പീരീഡ്സും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. മണി മാത്രമല്ല, നമ്മുടെ കരിയർ മാത്രമല്ല, നമുക്ക് നമ്മുടെ പീരീഡ്സും വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്, അതായത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഈ 369 ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ വാട്ടർ ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന എക്സസൈസ് എന്താണ്, അതല്ലെങ്കിൽ ഞാൻ ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്തിരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫുൾ ഞാൻ എന്താണ് ഈ 6 ദിവസം ചെയ്തത്, ഞാൻ കുടിച്ച ഡ്രിങ്ക് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അതായത് എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു പീരീഡ്സ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അതിൽ പറയുന്നതായിരിക്കും. സോ തിങ്ക് പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്.